ശ്യാൽകുമാർ, ഇവിടെ ശ്രീ വി എസ് ജിതിന്ദേവും സന്ദീപ് വാര്യരും ഗുരുതരമായ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചു. ശ്രീ എ സജീവൻ ചേട്ടനും നിഷ്പക്ഷമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനങ്ങക്ക് മറുപടി ഉണ്ടോ ശ്രീ അൽകുമാർ? മൊത്തം മറുപടി പറയാൻ പോവാ. ഒന്നാമത്തെ മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഞങ്ങളുടെ മേലെ ചാർത്തി തരുന്ന ഒരു പട്ടവും ജനങ്ങൾ സ്വീകരിക്കില്ല. ഞങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. 2, ഞങ്ങളെക്കുറിച്ച് നുണകൾ ആയിരങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതിലിപ്പോൾ കാശ്മീർ വകയെ ഒരെണ്ണമുണ്ടായി. ഞാനത് തുറന്നു കെട്ടാനാണ് എൻ്റെ പരിശ്രമം നടത്തിയത്. അത് സത്യം എന്താണെന്ന് നാട്ടുകാർക്ക് ബോധ്യമായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. തോറ്റത് തന്നെയാണ്. എന്നാൽ ഞങ്ങൾ എത്രത്തോളം തോറ്റു എന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഞങ്ങളെ തോൽപ്പിച്ചവരല്ല ഞങ്ങൾ തോറ്റത് എത്രയെന്ന് പറയേണ്ടത്. 2, തോറ്റതിൻ്റെ കാരണം ഞങ്ങളെ തോൽപ്പിക്കാൻ നോമ്പ് നോറ്റ് നടന്ന മാധ്യമങ്ങളും നോമ്പ് നടന്ന കോൺഗ്രസും BJP അല്ല പറയേണ്ടത്. ഞങ്ങൾ സ്വയം പരിശോധിക്കും. അത് ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശോധന ഇന്ന് തുടങ്ങിയെന്നാണ്, തീർന്നു എന്നല്ല. ആ പരിശോധന എല്ലാ വീടുകളിലേക്കും എല്ലാ വാർഡുകളിലേക്കും ഞങ്ങൾ പോവുകയാണ്. തല കുമ്പിട്ട് ജനങ്ങളുടെ മുന്നിൽ അതിൻ്റെ വസ്തുതകൾ ബോധ്യപ്പെടുത്തും. പാർട്ടിയിൽ അടിമുടി ചർച്ച ചെയ്യും, എല്ലാവരെയും കേൾക്കും. ആ തീരുമാനമാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തത്. അവിടെ നല്ല ചർച്ചയിലേക്കും തീരുമാനങ്ങളിലേക്കും പോവുകയാണ്. അതിൻ്റെ ഭാഗമായി സർക്കാർ തിരുത്തേണ്ടതെന്ത്, പാർട്ടി തിരുത്തേണ്ടതെന്ത്, ഞങ്ങൾ പ്രവർത്തകർ തിരുത്തേണ്ടതെന്ത് എന്ന് ഞങ്ങൾ തിരുത്തും. ഞങ്ങൾ തിരുത്തിയവരാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 66,60,660 വോട്ട് LDFന് കിട്ടി. ഇപ്പം ഞങ്ങൾക്ക് 80 ലക്ഷത്തിലേറെ വോട്ട് കിട്ടിയിട്ടുണ്ട്. മട്ടന്നൂരെ ആന്തൂരെ കണക്കതിൽ വരുന്നില്ല. കൃത്യം പറഞ്ഞാൽ 79,96,911 വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ലോകസഭയേക്കാൾ ഒരു 14 ലക്ഷം വോട്ട് ഞങ്ങൾക്ക് അധികമായി കിട്ടി. ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പോയിന്റ്, ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായ വിജയം പരിമിതമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ ജയിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവിടുത്തെ വോട്ടിൻ്റെ എണ്ണം നോക്കിയാൽ 1.25 ലക്ഷം വോട്ട് LDFനുണ്ട്. അവിടെ BJPക്ക് കിട്ടിയത് 1,65,000 വോട്ടേ ഉള്ളൂ. UDFന് കിട്ടിയത് 1.25 ലക്ഷം വോട്ടേ ഉള്ളൂ. 2 മണ്ഡലങ്ങളിൽ മാത്രമേ അവിടെ BJPക്ക് ലീഡുള്ളൂ. അത് നേമവും വട്ടിയൂർക്കാവുമാണ്. നേമത്ത് 5,000 വോട്ടും വട്ടിയൂർക്കാവിൽ 2,500 വോട്ടും. ഇതിനർത്ഥം എന്താണ്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ വാർഡുകളിൽ അല്ലെങ്കിൽ അവിടുത്തെ അസംബ്ലി മണ്ഡലങ്ങളിൽ BJPയെ തോൽപ്പിക്കാനുള്ള ശക്തി ശശി തരൂരിൻ്റെ പാർട്ടിക്കല്ല. BJPയിലേക്ക് ചേരാൻ കാത്തിരിക്കുകയും ഈ വിജയത്തിൽ BJPയെ അഭിനന്ദിക്കുകയും ചെയ്ത ശശി തരൂരിൻ്റെ പാർട്ടിക്കല്ല, ഇടതുപക്ഷത്തിനാണ്. ഈ തിരിച്ചറിവാണ് തിരുവനന്തപുരം നൽകുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിൽ LDFന് 1.25 ലക്ഷം വോട്ട് കിട്ടിയെന്ന യാഥാർത്ഥ്യം, 1ാം സ്ഥാനത്ത് വോട്ടിൽ ഞങ്ങളാണെന്ന യാഥാർത്ഥ്യം തലയുയർത്തി പറയുമ്പോൾ അത് ഭരണവിരുദ്ധ വികാരമാണ് എന്നല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് തെറ്റുപറ്റിയാൽ തെറ്റുണ്ടെന്ന് പറയും. ഞങ്ങൾ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യം ഇതാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞാൻ പറയട്ടെ സാർ, എനിക്ക് സമയം വേണം. അടുത്തത്, കേരളത്തിലെ ഏതെങ്കിലും പ്രത്യേക മതക്കാർ എല്ലാവരും UDFന് വോട്ട് ചെയ്തു എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. അതിന് തെളിവെന്താണ്? ഞാനൊരു കണക്കങ്ങോട്ട് പറയാം. മലപ്പുറം ജില്ലയിൽ 10,80,788 വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകളിലും നഗരസഭകളിലും LDFന് കിട്ടി. മലപ്പുറത്തെ 10,80,788 വോട്ടർമാരെല്ലാം ഏത് മതക്കാരാണ്? ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരാണോ? ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാർ മുസ്ലിം ലീഗിന്റെ കീഴിലല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാർ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും കീഴിലല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാർ അല്ലെങ്കിൽ ന്യൂനപക്ഷ മതക്കാർ കൂട്ടായി ചെന്ന് UDFന് വോട്ട് ചെയ്തു എന്നൊരു വോട്ടിംഗ് പാറ്റേൺ ഇവിടെ കാണുന്നില്ല. എന്നാൽ അപകടകരമായൊരു സാഹചര്യമുണ്ട്. എന്താണ് സാഹചര്യം? 2 ജില്ലാ പഞ്ചായത്ത് ഉണ്ടായിരുന്ന BJP 1ലേക്ക് ചുരുങ്ങി. ഞാൻ പറയട്ടെ, എന്റെ സമയം ഞാൻ പറയാം. 2 ജില്ലാ പഞ്ചായത്ത് സീറ്റ് ഉണ്ടായിരുന്ന BJP 1 സീറ്റിലേക്ക് മാത്രം ഒതുങ്ങി. 2 ലോകസഭയിൽ 11-ൽ 1ാം സ്ഥാനം. ഞാൻ പറയട്ടെ സാർ, ഹാഷ്മി ഇത് തെറ്റാണ്. ഹാഷ്മി എനിക്ക് തെറ്റാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.